നമസ്കാരം. സോംജിസ് മിററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു 3 മ്യൂച്വൽ ഫണ്ടുകളെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാമെന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ കമൻ്റ് ഇടണം എന്ന് അഭ്യർത്ഥിക്കുന്നു. 3 വ്യത്യസ്ത ഫണ്ട് ഹൗസുകളുടെ 3 ഫണ്ടുകളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിൽ ഏറ്റവും ടോപ്പായി നിൽക്കുന്ന 3 ഫണ്ടുകളാണ്. അതിൻ്റെ റിട്ടേണുകൾക്കും വലിയ മോശം കാണിച്ചിട്ടില്ലാത്ത ഫണ്ടുകളാണ്. മ്യൂച്വൽ ഫണ്ടുകളെല്ലാം തന്നെ ഒരു 2-3 വർഷം, അതായത് കൊറോണയ്ക്ക് ശേഷം 3-4 വർഷം ആവുന്നു. കൊറോണയ്ക്ക് ശേഷം വളരെ നല്ല റിട്ടേണുകൾ നൽകിയിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടുകൾ എല്ലാത്തരം ഫണ്ട് ഹൗസുകളും അതുപോലെ നല്ല റിട്ടേൺ നൽകിയിട്ടുണ്ട്. അതിൽ മികച്ചു നിൽക്കുന്നതും അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് AUM ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്നതുമായ 3 ഫണ്ടുകളെ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾ തീരുമാനിക്കുക, വേണോ വേണ്ടയോ എന്നൊക്കെ അതിനെ സെർച്ച് ചെയ്യുക. അതിൻ്റെ വിശദമായ വിവരങ്ങളെല്ലാം കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ആദ്യത്തെ ഫണ്ട് HDFC ബാലൻസ്ഡ് ഫണ്ടാണ്. HDFC ബാലൻസ് അഡ്വാൻറ്റേജ് ഫണ്ട്, ഹൈബ്രിഡ് അഡ്വാൻറ്റേജ് ഫണ്ട് എന്ന് പറയും. അതിൻ്റെ AUM എന്ന് പറയുന്നത് 89,903 കോടി രൂപയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ പോർട്ട്ഫോളിയോ എന്നും പറഞ്ഞ് ഞാൻ നിങ്ങളുടെ ഇതിലേക്ക് കൊണ്ടുവന്നില്ല. അത് നിങ്ങൾക്ക് നോക്കി കണ്ടുപിടിക്കാവുന്നതാണ്. എല്ലാ ഫണ്ട് ഹൗസുകളുടെയും ഇത്തരം ഓരോ ഫണ്ടിൻ്റെയും പോർട്ട്ഫോളിയോ ഒന്ന് വാച്ച് ചെയ്യണമെന്നുള്ളവർക്ക് വാച്ച് ചെയ്യാം. ഇതൊക്കെ HDFC അഡ്വാൻസ് ബാലൻസ്ഡ് ഫണ്ട് ആകുമ്പോൾ അതിനനുസരിച്ചുള്ള പോർട്ട്ഫോളിയോയിൽ അവർ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തും. അഗ്രസീവായിട്ട് മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഫണ്ടാണ്. 3 വർഷത്തെ റിട്ടേൺ ഒക്കെ നോക്കുമ്പോൾ നല്ല രീതിയിൽ റിട്ടേൺ നൽകിയിട്ടുണ്ട്. അത് 3 ഇയറിൽ 24.16% റിട്ടേൺ നൽകിയിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിലുള്ള റിട്ടേൺ അല്ല, ഇത് ഇയർലി ഉള്ള റിട്ടേണുകളാണ് കേട്ടോ, ആനുവലൈസ്ഡ് റിട്ടേൺ ആണ്. അപ്പോൾ അതിന് 24% 3 വർഷത്തിൽ അത് നൽകിയിട്ടുണ്ട്, 24.16%. അതുപോലെ തന്നെ 5 വർഷത്തേക്കാണ് 20.9% നൽകിയിട്ടുണ്ട്. അത് 10 വർഷത്തേക്കാണെങ്കിൽ 14.98% റിട്ടേൺ ആണ്. ആനുവലൈസ്ഡ് റിട്ടേൺ ആണ് ഇത് എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. അല്ലാതെ ആക്ച്വൽ റിട്ടേൺ അല്ല, അബ്സല്യൂട്ട് റിട്ടേണുകളല്ല. അബ്സല്യൂട്ട് റിട്ടേണുകളാണെങ്കിൽ അതിൻ്റെ ഇത് എത്രയാണെന്ന് വെച്ചാൽ 3 വർഷത്തേക്ക് 91.5% റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത്. അബ്സല്യൂട്ട് റിട്ടേൺ ആണ് കേട്ടോ 1 വർഷത്തെ 3 വർഷത്തെ. 5 വർഷത്തേക്കാണെങ്കിൽ 150%-ന് മുകളിൽ റിട്ടേൺ നൽകി. അതുപോലെ 10 വർഷത്തേക്കാണെങ്കിലോ 304.38% റിട്ടേൺ നൽകി. അബ്സല്യൂട്ട് റിട്ടേൺ ആണ്. അതായത് ഇപ്പോൾ 10,000 രൂപ ഇടുന്ന ആൾക്ക് 10 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന റിട്ടേണുകൾ എത്ര % ഉയർച്ചയുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നത്. മറ്റേത് ആനുവലൈസ്ഡ് റിട്ടേൺ ആണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ ആ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ അതിൻ്റെ NAV എന്ന് പറയുന്നത് 40.87 രൂപയാണ് HDFC ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടിൻ്റെ. അത് 89,903 കോടി രൂപ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഉണ്ട്. അതിന് നിങ്ങൾ പരിശോധിച്ച് നോക്കി അതിൻ്റെ റിട്ടേണുകളൊക്കെ എങ്ങനെയാണെന്ന് പരിശോധിച്ചതിന് ശേഷം നിക്ഷേപിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ SIP ആയിട്ടോ ലംസമായിട്ടോ ഒക്കെ നിക്ഷേപിക്കുമ്പോൾ മികച്ച ഒരു ഫണ്ടാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ നോക്കി, നിങ്ങളുടെ ക്യാഷാണ്, നിങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത് ബാക്കി കാര്യങ്ങളെല്ലാം. അതുപോലെ പരാഗ് പരീഖിൻ്റെ ഫ്ലെക്സി ക്യാപ് ഫണ്ട്, പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ട്, അതിൻ്റെ ഇപ്പോഴത്തെ NAV എന്ന് പറയുന്നത് 77.6 ആണ്. അതേസമയം അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 71,700 കോടി രൂപയാണ്. അതിൻ്റെ 3 ഇയർ റിട്ടേൺ എന്ന് പറഞ്ഞാൽ 26.39%, 5 ഇയർ റിട്ടേൺ 26.87%, 10 ഇയർ റിട്ടേൺ ആകുമ്പോൾ 20.84% റിട്ടേൺ കിട്ടിയിട്ടുണ്ട്, ആനുവലൈസ്ഡ് റിട്ടേൺ. അതേസമയം അബ്സല്യൂട്ട് റിട്ടേൺ ആണെങ്കിൽ 3 വർഷത്തേക്ക് 70% റിട്ടേൺ ഉണ്ടായി. 5 വർഷത്തേക്കാണെങ്കിൽ 208% റിട്ടേൺ ഉണ്ടായി. 10 വർഷത്തേക്ക് 425.91% റിട്ടേൺ തന്നത്. അതായത് ഈ ഫണ്ടുകളിൽ ആക്ച്വലായിട്ട് ഇപ്പോൾ ഒരു ആള് 10 വർഷം മുമ്പ് നിക്ഷേപിച്ച ഒരാൾക്ക് കിട്ടുന്ന റിട്ടേൺ ആണ് ഈ പറഞ്ഞത്.
ഇപ്പോൾ അയാൾ നിക്ഷേപിച്ച ക്യാഷിൻ്റെ വാല്യൂ എത്രയുണ്ടെന്ന് നോക്കുമ്പോൾ 425.91% വർധനവ് അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അതുപോലെ ആനുവലൈസ്ഡ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും ലഭിക്കുന്ന റിട്ടേണാണ്. 10 വർഷത്തേക്ക് 20.84% റിട്ടേൺ ആണ് അതിന് കിട്ടിയെന്ന് പറഞ്ഞാൽ ഓരോ വർഷം 20.84% വെച്ച് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഒരു ഫണ്ട് എന്ന് പറഞ്ഞാൽ SBI ഇക്വിറ്റി ഹൈബ്രിഡ് ഫണ്ടാണ്. SBI ഇക്വിറ്റി ഹൈബ്രിഡ് ഫണ്ട്, അതിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ 71,495 കോടി രൂപയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ ലാർജ് ക്യാപ്പിലും ഒക്കെയാണ് അധികം നിക്ഷേപം വരുന്നത് കേട്ടോ, ഇത്തരം ഫണ്ടുകളൊക്കെ തന്നെ. അവരത് ഹൈബ്രിഡ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഏതെല്ലാം ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നോ പലതരത്തിലുള്ള ഷെയറുകളിലായിരിക്കും നിക്ഷേപിക്കുന്നത്, പല മേഖലകളിൽ പ്രവർത്തിക്കുന്നതിനൊക്കെ. ഹൈബ്രിഡ് ഫണ്ടുകൾ ഈ അടുത്ത ഒരു 2-3 വർഷത്തിലാണ് ഇതിനൊക്കെ കൂടുതൽ മാർക്കറ്റ് പിടിച്ചത്. ഹൈബ്രിഡ് ഫണ്ടുകൾക്ക് കൂടുതൽ സബ്സ്ക്രിപ്ഷനൊക്കെ കിട്ടി തുടങ്ങിയത് ഒരു 3-4 വർഷമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പൊക്കെ വളരെ നിസ്സാര രീതിയിൽ കിടന്ന ഫണ്ടുകളാണ്. അത് നല്ല റിട്ടേണുകളായി തുടങ്ങി. കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് അത് വളരെയേറെ കൂടിയ റിട്ടേണുകളാണ് നൽകിയിട്ടുള്ളത്. SBI ഇക്വിറ്റി ഹൈബ്രിഡ് ഫണ്ട്, അതിൻ്റെ NAV എന്ന് പറയുന്നത് 276.27 ഇപ്പോൾ അതിൻ്റെ NAV. അസറ്റ് അണ്ടർ മാനേജ്മെന്റിൽ 71,495 കോടി രൂപയാണ്. 3 ഇയർ റിട്ടേൺ അത് നൽകിയിരിക്കുന്നത് 13.78% റിട്ടേൺ ആണ് 3 വർഷത്തിൽ. 5 വർഷത്തിൽ 15.20 റിട്ടേൺ, 10 വർഷത്തേക്ക് 13.41% റിട്ടേൺ. ഇത് ആനുവലൈസ്ഡ് റിട്ടേൺ ആണ്. അതായത് ഓരോ വർഷവും ഈ 10 വർഷത്തിൽ ഓരോ വർഷവും അതേ റിട്ടേൺ കിട്ടിയിട്ടുണ്ട് അതിന്. അതേസമയം അതിൻ്റെ അബ്സല്യൂട്ട് റിട്ടേൺ പറയുകയാണെങ്കിൽ 3 വർഷത്തേക്ക് 47.83%, 5 വർഷത്തേക്ക് 103.8%, 10 വർഷത്തേക്ക് 252.51% റിട്ടേൺ അത് നൽകിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 10 വർഷത്തേക്ക് എന്ന് പറയുമ്പോൾ 2.5 ഇരട്ടി വാല്യൂ ആയിട്ട് ഉണ്ടാവും. 10 നിക്ഷേപിച്ചയാൾക്ക് ഏകദേശം ഒരു 25,000-10,000 രൂപയൊക്കെ നിക്ഷേപിച്ചയാൾക്ക് 10 വർഷം കൊണ്ട് ആയിട്ടുണ്ടാകുന്നത് ഈ 25,000 രൂപ കൂടിയായിരിക്കും. അപ്പോൾ ഒരു 35,000-ത്തിനടുത്തുള്ള എമൗണ്ടേ അവർക്ക് ഉണ്ടാവുകയുള്ളൂ. അതൊക്കെയാണ് ഇതിൻ്റെ ആനുവലൈസ്ഡ് ആയിട്ട് നോക്കുമ്പോൾ അതിന് കിട്ടുന്ന കാര്യങ്ങൾ. നിങ്ങൾ അന്വേഷിക്കുക അതിൻ്റെ എല്ലാ കാര്യങ്ങളും. ഹൈബ്രിഡ് ഫണ്ടുകളും ബാലൻസ്ഡ് ഫണ്ടുകളും ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളും ഒക്കെ വ്യത്യസ്തമായ മേഖലകളിൽ ഉള്ള ഒരുപാട് ഷെയറുകളെ ഉൾപ്പെടുത്തിയാണ് ഉണ്ടാക്കുന്നത്. ഹൈബ്രിഡ് ഫണ്ടുകളൊക്കെ അടുത്തതാണ് ഇത് മാർക്കറ്റിൽ ഒരുപാട് താല്പര്യം എടുത്തു തുടങ്ങിയത് ആളുകൾ. അപ്പോൾ നിങ്ങൾ ഇതിനെ ശ്രദ്ധിക്കുക, വാച്ച് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്കിടെ ഇതനുസരിച്ച് മാത്രം നിക്ഷേപിക്കുക. SIPയോ ലംസമോ എങ്ങനെയാവാം. ഓക്കെ, താങ്ക് യു. വീണ്ടും കാണാം.